നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോടുകൂടി സച്ചേട്ടനും ഏട്ടത്തി ഹാപ്പിയായി. ഇവക്കൊരു കൂട്ട് കിട്ടിയല്ലോ, ഇല്ലെങ്കിൽ ഇവൾ ഒറ്റയ്ക്കായി പോയേനെ. അതെങ്ങനെ ഒറ്റയ്ക്കാകുന്നേ? അതിന് നമ്മളെ സമ്മതിക്കില്ലല്ലോ. നമ്മളെന്ത് ചെയ്യാനാ? ഈ വീട്ടിലെ അമ്മയുടെ സ്ഥാനം മൂത്ത മരുമകൾക്കാ. നീ വേണം ഇവളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ. വേഞ്ചല് അവന്തി ചേച്ചിക്ക് നല്ല 8ന്റെ പണി കിട്ടി. വാ. ഞാൻ ആരതി ഒഴിയണം പോലും. ഒഴിയാം, ഒഴിഞ്ഞ് ശരിയാക്കി കൊടുക്കാം. അവന്തികെ റെഡിയായില്ലേ? ഓ, റെഡിയായിച്ചാ. ഇങ്ങ് താഴത്തേക്ക് ഞാൻ ഒഴിഞ്ഞോളാം. വേണ്ട, അവന്തിക തന്നെ ആരതി ഒഴിഞ്ഞാ മതി. എന്താ മോളെ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല അച്ഛാ, ഞാൻ തന്നെ ഒഴിഞ്ഞോളാം. എങ്കിലല്ലേ എനിക്ക് കുഞ്ഞിനെ കരയിക്കാൻ പറ്റൂ. നീ എന്താ മോളെ കാണിച്ചത്? അത് കുഞ്ഞിന്റെ മേലെ വീണിരുന്നെങ്കിലോ? സോറി അച്ഛാ, കയ്യിന്ന് വഴുതി പോയതാ. വഴുതിയതാണോ അതോ മനഃപൂർവ്വം വഴുക്കിയതാണോ എന്ന് ആർക്കറിയാം. സാരമില്ല, ഞാൻ വേറെ കത്തിക്കാച്ചാ. ഇന്നു മുതൽ ഇവിടെ നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ ചെറുമകളാ. എന്റെ സച്ചിയുടെയും അർച്ചനയുടെയും മകൾ. നിയമപരമായി ദത്തെടുത്തുകൊണ്ട് ഈ വീട്ടിൽ നിങ്ങൾക്കെല്ലാവർക്കുമുള്ള അവകാശവും അധികാരവും എല്ലാം ഈ കുഞ്ഞിനും ഉണ്ടായിരിക്കും. അച്ഛന്റെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി എന്റെ മോക്ക്. അതൊക്കെ എപ്പോഴും ഉണ്ട്. മോള് കുഞ്ഞിനെ മുറിയിൽ കൊണ്ടേ കിടത്ത്.
അച്ഛന്റെ മോള് പേടിച്ചു പോയോ? സത്യത്തിൽ ആ താലം വീണപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. മോൾക്ക് ഭാഗ്യമുണ്ട്, ഒന്നും പറ്റിയില്ലല്ലോ. മോളു, അച്ഛൻ ശരിക്കും പേടിച്ചുപോയി. മോള് പേടിച്ചായിരുന്നോ? ഇല്ലേ? ഇവളുടെ ചിരി കണ്ടില്ല അർച്ചന? കുഞ്ഞുങ്ങൾക്ക് കരയാനും ചിരിക്കാനും മാത്രമല്ല സച്ചേട്ട അറിയൂ. സച്ചേട്ടൻ കുഞ്ഞിനെ നോയിക്കോണേ, ഞാനിപ്പോ വരാം. ഓ, താനിതോടെ പോന്നു? എനിക്ക് ചെറിയൊരു കാര്യം തീർക്കാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ചില കാര്യങ്ങൾ തീർക്കേണ്ട സമയത്ത് തന്നെ തീർക്കണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അമ്മ ഇപ്പൊ വരാട്ടോ. അതെ, മോളുടെ അമ്മ ഇങ്ങനെയാ, ഭയങ്കര കണിശക്കാരിയാ. ഓ ഓ ഓ ഏ സുന്ദരി മാവേ, അച്ഛന്റെ മോളെ. ആ ചിരിച്ച്. ഓ ഓ ഓ ഏ എന്താണ്? മോൾ ഉറങ്ങിയില്ലേ? എന്തായാലും അർച്ചനയുടെ കാര്യത്തിൽ ആശ്വാസമായി. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോടുകൂടി സച്ചേട്ടനും ഏട്ടത്തി ഹാപ്പിയായി. ഇവക്കൊരു കൂട്ട് കിട്ടിയല്ലോ, ഇല്ലെങ്കിൽ ഇവൾ ഒറ്റയ്ക്കായി പോയേനെ. അതെങ്ങനെ ഒറ്റയ്ക്കാകുന്നേ? അതിന് നമ്മളെ സമ്മതിക്കില്ലല്ലോ. നമ്മളെന്ത് ചെയ്യാനാ? സന്ദീപേ, ചേച്ചി പ്രസവിച്ചതല്ലെങ്കിലും അവളും ഇവളുടെ കൂടപ്പിറപ്പല്ലേ. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിലും നമ്മൾ ഇതിന് പരിഹാരം കണ്ടേനെ. അതെങ്ങനെ? അത് പിന്നെ നമ്മൾ അടുത്ത കുട്ടിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങില്ലായിരുന്നോ? ഇവളെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. ഈയടാ, മോന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യോ, അതെന്താ പറ്റാത്തെ? നമുക്കൊരു കുഞ്ഞൂടെ വേണ്ടേ? വേണം, പക്ഷെ ഉടനെ ഒന്നും നമുക്കതിനെപ്പറ്റി ചിന്തിക്കണ്ട. എടോ, കുഞ്ഞുങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ലാതെ ജനിക്കുന്നതാ നല്ലത്. ആര് പറഞ്ഞു? കുഞ്ഞുങ്ങൾ പരസ്പരം കൂട്ടുകാരായിട്ട് വളരണം. സഹോദരങ്ങളുടെ കൂട്ട് തന്നെ ആവണം അവർക്ക് ഏറ്റവും ചെറുപ്പത്തിലേ കിട്ടേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും. അതുകൊണ്ടാ അടുത്ത കുഞ്ഞിന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.